കർത്താവിന് പ്രസാദവും ഹിതവുമായുള്ളൊരു ജീവിതം നയിക്കണം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ യിരെമ്യാവ് 37 അധ്യായമാണ് ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, സിദെക്കിയാ രാജാവിനെ യെഹൂദാ ദേശത്തെ രാജാവാക്കിയിരുന്നു. എന്നാൽ അവനോ അവൻ്റെ ഭൃത്യന്മാരോ അവൻ്റെ ദേശത്തിലെ ജനങ്ങളോ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ഒരു വചനങ്ങളും കേൾക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല, അനുസരിച്ചിരുന്നില്ല. എന്നാൽ അവനെതിരെയായിട്ട് രാജ്യത്തിനെതിരായിട്ട് ബാബിലോണിയ സൈന്യത്തിൻ്റെ യുദ്ധങ്ങളുടെ ശ്രുതിയൊക്കെ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് അത് വളരെ ആയതുകൊണ്ട് തന്നെ യിരെമ്യാവിനോട് പക്ഷപാതം ചെയ്യാൻ ചോദിക്കുകയാണ്. അവൻ വചനം അനുസരിക്കുന്നില്ല, എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. എന്നാൽ യിരെമ്യാവ് ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവം എന്തരുളി ചെയ്തത് വിശ്വസ്തയോട് തന്നെ പറയുകയാണ്. കൽദയർ എന്ന് പറയുന്ന കൂട്ടർ നിന്നെ ആക്രമണം ചെയ്യും എന്ന് പറയുകയാണ്. എന്നാൽ പിന്നീടോ യിരെമ്യാവ് ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് യിരെമ്യാവിനെ കാരാഗൃഹത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് വീണ്ടും സിദെക്കിയാ രാജാവ് അവനോട് രഹസ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ദൈവത്തിന് എന്നോട് രഹസ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോഴും യിരെമ്യാവ് ഉറച്ചു തന്നെ ദൈവം എന്ത് പറഞ്ഞോ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും, ഇവർ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായിരുന്നില്ല. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന് പ്രസാദവും ഹിതവുമായുള്ളൊരു ജീവിതം നയിക്കാനാണ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചു, നമ്മളെ ദൈവം ഇരുട്ടിൽ നിന്ന് വിളിച്ചു, പ്രത്യാശയുള്ളൊരു ജീവിതം നൽകി. നമ്മുടെ ശിഷ്ടകാലം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചുവെങ്കിലും അത് കഴിഞ്ഞു എന്നല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പ്രസാദവും ഹിതകരവുമായ ജീവിതം, ദൈവത്തെ അനുസരിച്ചുള്ള ജീവിതം നയിക്കുക. ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ മറ്റുള്ള ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ പോകുന്നതിനേക്കാളും ദൈവത്തിനെ അനുസരിച്ച് ജീവിക്കുക, ദൈവഹിത പ്രകാരം ദൈവത്തിന് എന്താണ് പ്രസാദമെന്ന് ഓരോ നിമിഷവും ശോധന ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശുഭകരവും സന്തോഷകരമായ കാര്യം. ആമേൻ. എഫേസ്യർ 5:9 പറയുന്നുണ്ട്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ 5:1 പറയുന്നുണ്ട്, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ നാം ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിനെ അനുകരിച്ച് ദൈവത്തിന് പ്രസാദമായൊരു ജീവിതം നയിക്കുക എന്നുള്ളത് നമ്മളെക്കുറിച്ച് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫേസ്യർ 4 കാണുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് സകല സത്യത്തിലും നമ്മളെ നടത്തുകയും നമ്മൾ വായിച്ച വചനങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ എപ്പോൾ ഓർമ്മപ്പെടുത്തിയ വചനത്തെ നമ്മൾ അനുസരിക്കാതെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ രാജാവിൻ്റെ കാര്യത്തിലും അവർ അനുസരണക്കേട് കാണിക്കുമ്പോഴും പിതാവ് നമ്മളെക്കുറിച്ച് ഇതിൽ നമുക്ക് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത്, നമ്മൾ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ഓരോ നിമിഷം സമയാസമം പരിശുദ്ധാത്മാവ് എന്ത് നമ്മളെ ഓർപ്പിക്കുന്നു അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം. പ്രിയ ദൈവമക്കളെ, മറ്റെന്തിനേക്കാളും ദൈവത്തിന് അനുസരണമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 8 യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട് ഗുണമില്ല എന്നാണോ? ആമേൻ. ഗുണം കണ്ടുകൊണ്ട് നാം ദൈവത്തെ അനുസരിക്കരുത്. പക്ഷേ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിയുമ്പോൾ ദൈവത്തെ നാം അറിയാതെ അനുസരിച്ചു പോകും, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു പോകും. നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ പ്രസാദമുള്ളത് നയിക്കുമ്പോൾ നീ എത്ര ചൂളയുടെ നടുവിൽ കൂടി കടന്നു പോയാലും, എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അവൻ ഏകനായി വിടുകയില്ല. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 14 അധ്യായത്തിൽ ആസ എന്ന രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അവൻ്റെ ദേശത്ത് 10 രാജാവായപ്പോൾ 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. കാരണം അവൻ ദൈവത്തിന് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. ഹല്ലേലൂയ. അവൻ്റെ മുന്നിലുള്ള അവൻ്റെ അപ്പൻ അബിയാവ് എന്ന് പറയുന്ന രാജാവ് ദൈവത്തിനെതിരായി അന്യദേവന്മാരുടെ മര്യാദ പ്രകാരം രാജ്യം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവൻ ചെയ്തത് പ്രസാദവും ഹിതപ്രകാരവും. അവൻ ദൈവത്തിന് എന്താണ് പ്രസാദവും ഹിതപ്രകാരം അത് അവൻ ചെയ്തു. ഇനി പ്രിയ ദൈവമക്കളെ, നമ്മളോടൊക്കെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് നമ്മൾക്കത് പലപ്പോഴും പാടാണെന്ന് തോന്നിയാലും യഹോവയുടെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് എന്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അത് അനുസരിച്ച് വചനം ദിനം തോറും വായിച്ച് അത് നമ്മളെ തന്നെ സെൽഫ് കറക്ഷൻ നടത്തി ദൈവത്തിന് പ്രസാദകരമായി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞു